അസ്സലാമലൈക്കും. ഹായ് മക്കളെ, എസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പറയുന്നു, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖവും സമാധാനം ഉണ്ടാവട്ടെ എല്ലാവർക്കും. കേട്ടാ, ഞാൻ കിടക്കുന്ന ബെഡ് ഇതാണ്. ഒരു റൂമ് ഇതാണ് റൂമ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളെ വീട്ടിലാണ് ഞാനെന്ന്. അതാണ് പോണ വീട്ടിലെ റൂമാണിത്. ഇതാണ് ഞാൻ കിടക്കൽ. വേറെ എന്തൊക്കെ വിശേഷമോ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെയൊക്കെ വിശേഷം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലേ, ഞാൻ മോളോടാണെന്ന്. ഞാൻ നല്ലോണം നടക്കാനൊക്കെ കുറച്ച് പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കിച്ചണിൽ കയറി ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഞാനൊക്കെ മാറിയിട്ട് ഞാനൊക്കെ ഇടുന്നതാണ്. വേറെന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളാരും പിന്നെ വീഡിയോ കാണാതെ ഇതാക്കാതെ ഇരിക്കരുത്. അൽഹംദുലില്ലാഹ് ഞാൻ എപ്പോഴും വീഡിയോ ഇടും. ഞാൻ അപ്പം നിങ്ങൾ ഓർമ്മിക്കാൻ കുറേ ദിവസമായാലും ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഇടുന്നത്. വേറെന്താണ്, നല്ലോണം നിങ്ങളെല്ലാവരും ദ്വാരക്ക് അള്ളാഹിനോട് എന്തായാലും ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ പഠിച്ചവനെ മാറ്റി തരട്ടെ വേഗം. കുറച്ചും കൂടെ ഉണ്ട് ശരിയാവാൻ. നിൽക്കാൻ കിച്ചണിൽ നിൽക്കുമ്പോഴത്തിനുണ്ട് വലത്തെ കാലും നട്ടലിൻ്റെ അവിടുന്ന് ഭയങ്കര വേദനയാണ്, ഒന്നിനാവാത്ത മാതിരി. അപ്പം അതിനെക്കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടയക്കുന്നു. ഞാനാച്ചാൽ കിച്ചണിൻ്റെ അടുത്തുനിന്ന് പോരാത്ത ഒരാളേനി. ഈ കിച്ചണിൽ തന്നെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണോ? നിങ്ങൾക്ക് ആദ്യത്തെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അങ്ങനെ കളിക്കുന്ന ഞാൻ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഒന്നിനും കഴിയാത്ത കൊലത്തിലായി ഞാൻ. അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കുക, എല്ലാവരും ദ്വാരയും വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് റെഡിയായി കിട്ടട്ടെ വെച്ചിട്ടാണ്. കസാല തന്നെ കിട്ടിയിരുന്നുകൊണ്ട് എന്തെങ്കിലും പണിയെടുക്കാലോ ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല എനിക്ക്. ഞാനൊരിക്കൽ നോക്കീനി. ഞാൻ എന്നപ്പോൾ കസാലമേ ഇരിക്കുമ്പോഴത്തിന് നമ്മളോരോ കൈയും കാര്യം അങ്ങോട്ടഞ്ഞി പണിയെടുക്കുമ്പോഴത്തിന് വേദനയില്ല. അപ്പം പിന്നെ അത് നിർത്തിയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അപ്പം 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എത്രയാണ് ഇനിയുണ്ട്? 1.5 മാസത്തെ ഇഞ്ചക്ഷൻ ഇനിയുണ്ട് വെക്കാൻ. ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മജ്ജ കുറവുള്ള കാരണമാണോ അല്ലേ ഈ എല്ല് നേരായി കിട്ടാത്തത്? അപ്പം അതിനെക്കൊണ്ട് അതിനുള്ളത് പണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വല്ലാണ്ട് വിഷമമുണ്ട് എനിക്ക് വീഡിയോ ഇടായിട്ട്. വീഡിയോ ഇട്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു അലായറുണ്ടാവുകയുള്ളൂ. വീഡിയോ ഇടാണ്ട് എന്നാലും ശരിയാവില്ലല്ലോ. പിന്നെന്താ ചെയ്യപ്പോൾ? എന്ത് ചെയ്യാനോ അല്ലേ? എന്തെങ്കിലും പറ്റിയാൽ അത് മാറിക്കിട്ടാൻ കുറച്ച് പണി ഉണ്ടാവും. പറ്റാൻ വേഗം പറ്റൂ, മാറിക്കിട്ടാനാണ് പണി. നിസാര സംഗതി പോലെ പോയിട്ടൊരു വീഴ്ച വീണപ്പോൾ അപ്പോഴത്തേനാണ് ഇത്രയും കുറേ പൈസ അടിച്ച് തള്ളി. എന്നിട്ട് നമ്മളൊക്കെ ഒരു ആക്കായി ഇങ്ങോട്ട് കിട്ടണ്ടേ? അൽഹംദുലില്ലാഹ് എന്നാലും ഇങ്ങനെ തന്നെ എനിക്ക് നടക്കാൻ പറ്റിയല്ലോ, അതൊരു വലിയ സന്തോഷം. അതിനെക്കൊണ്ട് ആരും മറക്കരുത്, വെറുക്കരുത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണോ? ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവും, 9 മണിക്ക് ലൈവിലുണ്ടാവും. എല്ലാവരും വന്ന് ലൈവൊക്കെ ഒന്ന് കാണണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ വർത്താനം. വേറെന്തൊക്കെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖവും സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.